Hi everyone, welcome back to my channel economics.com. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്സ് ഇൻ ദ സിമ്പിൾ കെയ്നീഷ്യൻ മോഡൽ ഓർ ഡിറ്റർമിനിങ് ഇക്വിലിബ്രിയം ഇൻകം ഇൻ ആൻ ഓപ്പൺ ഇക്കോണമി. അപ്പോൾ ഇവിടെ സിമ്പിൾ കെയ്നീഷ്യൻ മോഡലിൽ എക്സ്പോർട്ടിനെ കുറിച്ചും ഇമ്പോർട്ടിനെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഒരു ഓപ്പൺ ഇക്കോണമിയിൽ എങ്ങനെയാണ് ഇക്വിലിബ്രിയം ഇൻകം നിർണ്ണയിക്കപ്പെടുന്നത്. An open economy is one which has economic relations with the rest of the world. മറ്റു രാജ്യങ്ങളുമായി സാമ്പത്തിക ബന്ധമുള്ള സമ്പദ് വ്യവസ്ഥകളെയാണ് ഓപ്പൺ ഇക്കോണമി എന്ന് പറയുന്നത്. ഇൻ ദ കേസ് ഓഫ് ആൻ ഓപ്പൺ ഇക്കോണമി, അഗ്രിഗേറ്റഡ് ഡിമാൻഡ് കൺസിസ്റ്റ് ഓഫ് കൺസംഷൻ, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഗവൺമെൻറ് സ്പെൻഡിങ് പ്ലസ് നെറ്റ് എക്സ്പോർട്ട്. ഒരു ഓപ്പൺ ഇക്കോണമിയുടെ അഗ്രിഗേറ്റഡ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതൊക്കെയാണ്? കൺസംഷൻ ഉണ്ടായിരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും, ഗവൺമെൻറ് സ്പെൻഡിങ് ഉണ്ടായിരിക്കും, പ്ലസ് അതിൻ്റെ കൂടെ നെറ്റ് എക്സ്പോർട്ട് കൂടി ഉണ്ടായിരിക്കും. നെറ്റ് എക്സ്പോർട്ട് ആർ എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ട്. എക്സ്പോർട്ടും ഇമ്പോർട്ടും തമ്മിലുള്ള വ്യത്യാസത്തിനെയാണ് നെറ്റ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. എക്സ്പോർട്ട് ആർ ദ ഫോറിൻ ഡിമാൻഡ് ഫോർ ഡൊമസ്റ്റിക് ഔട്ട്പുട്ട് ആൻഡ് ദർഫോർ ഇൻക്ലൂഡഡ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇനി എന്താണ് എക്സ്പോർട്ട്? ഡൊമസ്റ്റിക് ഔട്ട്പുട്ടിന് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ഡിമാൻഡ് അല്ലെങ്കിൽ ഫോറിൻ ഡിമാൻഡിനെയാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഉൾപ്പെടുത്തുന്നു. Import are subtracted from aggregated demand because they are not a demand for domestic goods. ഇനി ഇമ്പോർട്ടിനെ അഗ്രിഗേറ്റഡ് ഡിമാൻഡിൽ നിന്നും മൈനസ് ചെയ്യാണ് ചെയ്യുക. കാരണം എന്താണ്? അത് ഡൊമസ്റ്റിക് ഗുഡ്സിൻ്റെ ഡിമാൻഡിൽ ഉൾപ്പെടുന്നില്ല. കാരണം നമ്മുടെ രാജ്യത്തിന് വിദേശ രാജ്യങ്ങളുടെ പ്രൊഡക്റ്റിനുള്ള ഡിമാൻഡിനെയാണ് ഇമ്പോർട്ട് സൂചിപ്പിക്കുന്നത്. ദ ഇക്വിലിബ്രിയം ഓഫ് ആൻ ഓപ്പൺ ഇക്കോണമി ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് y is equal to E is equal to C plus I plus G plus X minus M. അപ്പോൾ ഇതാണ് ഓപ്പൺ ഇക്കോണമിയുടെ equilibrium condition. Another way of representing the equilibrium condition of an open economy is I plus X equal to S plus M. ഈ രീതിയിൽ നമുക്ക് ഇക്വിലിബ്രിയം കണ്ടീഷനെ എഴുതാം. ഇതിൽ I എന്ന് പറയുന്നത് ഇൻവെസ്റ്റ്മെൻറ്റിനെ സൂചിപ്പിക്കുന്നു, X എക്സ്പോർട്ടാണ്, S സേവിങ്, M ഇമ്പോർട്ട്സ്. The left hand side of the equation is injections and the right hand side leakages. അപ്പോൾ ഇവിടെ I plus X എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന കാര്യങ്ങളാണ്. അത് ഇൻജെക്ഷൻസ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. S plus M എന്ന് പറയുന്നതാണ് റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്നത്. അതിന് ലീക്കേജ് ആയിട്ടാണ് പരിഗണിക്കുന്നത്. The condition for the equilibrium level of national income can be restated by rearranging the equation as x minus m is equal to s minus I. ഇക്വിലിബ്രിയം ലെവൽ ഓഫ് നാഷണൽ ഇൻകത്തിനെ കാണിക്കാൻ നമുക്ക് ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ കിട്ടും? എക്സ് മൈനസ് എം ഈക്വൽ ടു എസ് മൈനസ് ഐ എന്ന് കിട്ടും. ദ ഇക്വേഷൻ സ്റ്റേറ്റ്സ് ദാറ്റ് അറ്റ് ദ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് നാഷണൽ ഇൻകം ഇഫ് സേവിംഗ് എക്സീഡ്സ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് ദ നാഷൻ കുഡ് ഹാവ് എ സർപ്ലസ് ഇൻ ഇറ്റ്സ് ട്രേഡ് ബാലൻസ്. അപ്പോൾ ഇവിടെ പറയുന്ന കാര്യം, ഇക്വിലിബ്രിയം ലെവൽ ഓഫ് നാഷണൽ ഇൻകത്തിലേക്ക് വരുമ്പോൾ സേവിങ്സ് ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ രാജ്യത്തിൻ്റെ ട്രേഡ് ബാലൻസ് സർപ്ലസിൽ ആയിരിക്കും. അതായത് ട്രേഡ് ബാലൻസ് മിച്ചത്തിലാണ് ഉണ്ടാവുക. On the other hand, if domestic investment exceeds saving, the nation could have a deficit in its trade balance. ഇനി ഡൊമസ്റ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് സേവിങ്സിനേക്കാൾ കൂടുതലാണെങ്കിൽ ട്രേഡ് ബാലൻസ് ഡെഫിസിറ്റ് ആയിരിക്കും. അതായത് ട്രേഡ് ബാലൻസിൽ കമ്മിയാണ് ഉണ്ടാവുക. ഓൺലി ഇഫ് സേവിങ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സ്പോർട്ട് വിൽ ഈക്വൽ ഇമ്പോർട്ട്സ് ആൻഡ് ദ ബാലൻസ് ഓഫ് ട്രേഡ് വിൽ ബി ഇൻ ഇക്വിലിബ്രിയം. ഇനി സേവിങ്സും ഇൻവെസ്റ്റ്മെൻറ്റും തുല്യമാണെങ്കിൽ രാജ്യത്തിൻ്റെ ഇമ്പോർട്ടും എക്സ്പോർട്ടും തുല്യമായിരിക്കും. അതുപോലെ തന്നെ ട്രേഡ് ബാലൻസ് ഇക്വിലിബ്രിയത്തിലെത്തുകയും ചെയ്യുന്നു. ഇനി അതിൻ്റെ ഒരു ഗ്രാഫിക്കൽ എക്സ്പ്ലനേഷൻ ആണ് പഠിക്കാനുള്ളത്. ഇൻ ദ ഫോളോയിങ് ഡയഗ്രാം, സേവിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ആർ മെഷേർഡ് ഓൺ ദി വൈ ആക്സിസ് ആൻഡ് നാഷണൽ ഇൻകം ഓൺ ദി എക്സ് ആക്സിസ്. അപ്പോൾ സേവിങ്സ്, ഇൻവെസ്റ്റ്മെൻറ്റ്, എക്സ്പോർട്ട്, ഇമ്പോർട്ട് ഇത്രയും കാര്യങ്ങളാണ് വൈ ആക്സിസിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. എക്സ് ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത് നാഷണൽ ഇൻകത്തെയാണ്. The intersection of x minus m and s minus I curve determines the equilibrium level of national income YE. അപ്പോൾ x minus m എന്ന കർവും s minus I എന്ന കർവും തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലാണ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് നാഷണൽ ഇൻകം നിർണ്ണയിക്കപ്പെടുന്നത്. അതെന്താണ്? അതിന് YE എന്ന് കൊടുത്തിട്ടുണ്ട്. ഇക്വിലിബ്രിയം ലെവൽ ഓഫ് നാഷണൽ ഇൻകം YE ആണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ട്രേഡ് ബാലൻസ് ഇക്വിലിബ്രിയത്തിലായിരിക്കും. അതിന് BE എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഓപ്പൺ ഇക്കോണമിയുടെ ഇക്വിലിബ്രിയം ഡിറ്റർമിനേഷനിൽ പഠിക്കാനുള്ളത്.